Welcome to my class. Hope you people are doing well and enjoying. So, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓൾറെഡി നമ്മൾ ജിയോ പൊളിറ്റിക്കൽ റീജിയൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ യൂറോപ്പിന്റെ പാർട്ട് 1 പാർട്ട് 2 കണ്ടു. ഇനി പാർട്ട് 3. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ ചെറിയ ചെറിയ സ്ലൈഡ്സ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓരോരോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് പറയാം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ള ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് എന്തൊക്കെയാണ് യൂറോപ്പിന്റെ പ്രധാനപ്പെട്ട ടൂറിസം ആസ്പെക്ട്സ്, എന്താണ് പ്രധാനപ്പെട്ട യൂറോപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയാ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. അതാണ് നമ്മൾ ഇതിന്റെ ഒരു എന്താ പറയാ ഈ ഒരു സ്ലൈഡൊക്കെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് അതൊക്കെ നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പം ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂറോപ്പിന്റെ നദികളെക്കുറിച്ചും എന്താണ് യൂറോപ്പിനെ സറൗണ്ട് ചെയ്ത് ഇരിക്കുന്നതിനെ കുറിച്ചും ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ് യൂറോപ്പിലെ, പ്രധാനപ്പെട്ട എന്താ പറയാ വാട്ട് ഈസ് സറൗണ്ടിങ് ദി യൂറോപ്പ്, അതാണ് നമ്മൾ ആ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പം നമുക്ക് അതിലേക്ക് കടക്കാം. സോ നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഇപ്പൊ ഇന്ന് ഞാനിങ്ങനെ റെസ്പോൺസ് ഒക്കെ നോക്കി, കുറെ പേരൊക്കെ റെസ്പോണ്ട് ചെയ്തു. 10-15 പേരൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സാധാരണ 20-22 പേരൊക്കെ ആവുന്നതാണ്. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല. ഈ എന്താണ് നിങ്ങൾക്ക് ഈ റെസ്പോണ്ട് ചെയ്യാൻ തടസ്സം എന്ന് എന്നെ അറിയിക്കുക. ഈ ലേണിംഗ് പ്രോസസ്, ഓഫ്കോഴ്സ് ഈ ലേണിംഗ് പ്രോസസ് നമുക്കിങ്ങനെ തുടരേണ്ടതുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കുക, കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ഈ നമ്മളിങ്ങനെ ഈ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിൽ വലിയ ദാറ്റ് ഈസ് മീനിങ്ലെസ്. പ്യൂർലി ഇറ്റ് ഈസ് മീനിങ്ലെസ്. You just watch the video, properly watch the video and answer the questions. അത് മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യത്തുള്ളൂ കേട്ടോ. വീഡിയോസ് കാണുകയും അതിന് ആൻസർ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും അതിന് ആ പഠന പ്രവർത്തനത്തിൽ നമ്മൾ പങ്കാളികളാവും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ദി റിവേഴ്സ് ആൻഡ് വാട്ട് ഈസ് സറൗണ്ടിങ് ദി യൂറോപ്പ്. അപ്പോൾ നമുക്ക് ഈ യൂറോപ്പിന്റെ രാജ്യങ്ങളെ കുറിച്ചൊക്കെ പറയാം. അപ്പം അതിൽ താഴെ നോക്കുക, ബ്ലൂ കളറിൽ അതിന്റെ വാട്ട് ഈസ് സറൗണ്ടിങ്. സോ ഇറ്റ് ഈസ് എ പെനിൻസുല നമ്മൾ പറഞ്ഞു. ഫൈൻ. അപ്പം അതിന്റെ സറൗണ്ടിങ് മെഡിറ്ററേനിയൻ സീ ഉണ്ട്. ദെൻ മറ്റേ നോർത്ത് സീ എന്ന് പറയുമ്പോൾ സ്കാൻഡിനേവിയന്റെയും അതിന്റെ ഇടയിൽ വരുന്ന പാർട്ട്. ദെൻ അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇറ്റ് ഈസ് ജസ്റ്റ് എബോവ് ദി അറ്റ്ലാന്റിക് ഓഷ്യൻ. ദെൻ there is ബാൾട്ടിക് സീ. ഇപ്പൊ നമ്മൾ നാലും പറഞ്ഞു, അറ്റ്ലാന്റിക് ഓഷ്യൻ പറഞ്ഞു, നോർത്ത് സീ പറഞ്ഞു, മെഡിറ്ററേനിയൻ, ദെൻ ബാൾട്ടിക് സീ, ദെൻ ബ്ലാക്ക് സീ. Fine. Then Aegean Sea, then Atlantic Sea. What is that? Okay, you read it. Fine. Then Tyrrhenian Sea, then Bay of Biscay, then what is that? Strait of Gilbert, right? Gilbert Tract. Then Dardanelles Strait, then
ഇംഗ്ലീഷ് ചാനൽ. ഫൈൻ. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഇതിലെ ഓരോന്നായിട്ട് ഒന്നുകൂടെ നോക്കാം. ഇതിലെ പ്രധാനപ്പെട്ടത് നമ്മൾ ഈ എപ്പോഴും കേട്ടുപരിചയമുള്ളത് മാത്രം ഒന്ന് നോക്കുക. അപ്പോൾ ഇതിൽ മെഡിറ്ററേനിയൻ സീ വരുന്നുണ്ട്, ദെൻ നോർത്ത് സീ വരുന്നുണ്ട്, അറ്റ്ലാന്റിക് ഓഷ്യൻ, ദാറ്റ് ഈസ് യു ജസ്റ്റ് ലീവ് ഇറ്റ്, ഫൈൻ. ദെൻ ബാൾട്ടിക് സീ വരുന്നുണ്ട്, ദെൻ ബ്ലാക്ക് സീ വരുന്നുണ്ട്, ദെൻ അഗ്നേരിയൻ സീ വരുന്നുണ്ട്. ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ? അഗ്നസ്റ്റിക് സീ വരുന്നുണ്ട്, പിന്നെ ടൈനേഷ്യൻ സീ വരുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു 4-5 ഒന്ന് നോക്കുക കേട്ടോ. അപ്പൊ ഇതിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ഞാനപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഇത് മെഡിറ്ററേനിയൻ സീ. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. മെഡിറ്ററേനിയൻ സീ, ദാറ്റ് ഈസ് 2400 mile long and 1000 mile wide. Crossroads of 3 continents. ഫൈൻ. അതായത് മെഡിറ്ററേനിയൻ സീയുടെ ഒരു ലൊക്കേഷനാണ് ഈ പറയുന്നത്. അപ്പോൾ അതിൽ സ്ട്രൈറ്റ് ഓഫ് ജിൽബാർട്ടർ ആൻഡ് ദി പില്ലേഴ്സ് ഓഫ് ഹോട്ട്ലസ്. ഫൈൻ. Then census on the Israel coast. Okay. Gibraltar. Sorry. Gibraltar. Fine. Not Gilbarter. Gibraltar. Fine. Strait of Gibraltar and the Pillars of Hercules. Since on the Israeli coast. Fine. ഈ മെഡിറ്ററേനിയൻ സീയുടെ ജോഗ്രഫിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. ഫൈൻ. ദെൻ ഇപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട നദികളെല്ലാം ഇതിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ദി മേജർ സീസ്. ഓക്കെ, ഒന്ന് നോക്കുക. ഇതാണ് അതിൻ്റെ മാപ്പാണ്, ഇതിൻ്റെ ലൊക്കേഷനാണ്. അപ്പോൾ ഇത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് നോക്ക് കേട്ടോ. ദെൻ ദി മെഡിറ്ററേനിയൻ സീ. ദെൻ ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് ഇൻ യൂറോപ്പ്. സോ ദി ഫസ്റ്റ് വൺ ഡാന്യൂബ് റിവർ. ഇതിൽ പ്രധാനപ്പെട്ട മാത്രം നോക്കിയാൽ മതി. റൈൻ റിവർ, ദെൻ സൈനി റിവർ, ലോറി റിവർ, then what? Po river, Po I think. Then what? Okay. നിങ്ങൾ ഇതിലെ പ്രധാനപ്പെട്ട നദികളൊക്കെ ഒന്ന് നോക്കുക. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നദികൾ. നിങ്ങൾ വായിക്കുക കേട്ടോ. ഞാനൊരു ലിസ്റ്റും ഒരിതും തരുന്നതായിരിക്കും. ഓക്കെ, these are the major rivers. Then the Danube River. See, Danube River, it is one of the important river in Europe. അപ്പോൾ അതിൻ്റെ ഏകദേശം എത്രത്തോളം നീളമുണ്ട്? 1770 miles. Right? Then the Danube River, where Buddha and pest meet. Biking along the Danube flows through 12 countries of Germany, Austria, Slovakia, Hungary, Serbia, Croatia, Bosnia, and Kyrgyzstan, Slovenia, Bulgaria, Romania, and Ukraine. ഇതിൽ കുറേ രാജ്യങ്ങൾ ഈ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നിട്ടുള്ള രാജ്യങ്ങളും ഇപ്പൊ യൂറോപ്പിന്റെ സ്വതന്ത്ര രാജ്യങ്ങൾ വേണമെങ്കിൽ പറയാം. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിവർ, ദാറ്റ് ഈസ് വോൾഗ റിവർ, ദി ലാർജസ്റ്റ് റിവർ ഇൻ യൂറോപ്പ്. ദി ലെങ്ത്, ദാറ്റ് ഈസ് 2300 miles.
കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പം പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം ഒന്ന് നോക്കുക. വോൾഗ റിവർ പറഞ്ഞു, ദെൻ ഡാന്യൂബ് റിവർ പറഞ്ഞു, ദെൻ ഇതിന്റെ ഓരോ പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു. ഇതൊന്ന് നോക്കുക കേട്ടാ. ദെൻ ദി മെഡിറ്ററേനിയൻ സീ പറഞ്ഞു. ഫൈൻ. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട സീസ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കിക്കൊള്ളുക. വിച്ച് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഒരു അഞ്ചോ ആറോ സീസിന്റെ പേര് പറയാൻ പറ്റണം. ഫൈൻ. സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ ലാൻഡുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത്. ഓഷ്യൻ എന്ന് പറയുന്നത് എന്താ പറയാ, ഇറ്റ്സ് എ ലാർജ് ഹ്യൂജ് വാട്ടർ ബോഡി. ദി സീ ഈസ് സംതിങ് ദാറ്റ് ദി ഓഷ്യൻ ആൻഡ് ലാൻഡ്, വേർ ദി ഓഷ്യൻ ആൻഡ് ലാൻഡ് മീറ്റ് ടുഗദർ, ദാറ്റ് ഈസ് കോൾഡ് സീ. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട സീ ഏതൊക്കെയാണെന്ന് നോക്കിക്കൊള്ളുക. ഫൈൻ. ഒരു ലിസ്റ്റ് പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പമായെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പൊ വിച്ച് ആർ ദി മേജർ റിവർ, വിച്ച് ആർ ദി മേജർ സീസ് ഇൻ യൂറോപ്പ്? ഫൈൻ. ഇത് രണ്ടും ഒന്ന്, അതാണ് ഇതിന്റെ വീഡിയോയുടെ പ്രധാനമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഈ ചോദിക്കുന്ന ചോദ്യം അതായിരിക്കും. അപ്പൊ അതൊന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.